മതസ്ഥരുടെ വസ്ത്രശൈലിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായത് സാരിയാണ്. ഇന്ന് അധികവും സ്ത്രീകൾ ധരിക്കുന്നത് കൂടുതൽ എല്ലാ ഫംഗ്ഷൻസിലും സാരിയാണ്. അത് തനിച്ച ഹറാമാണ്. ഒന്നാമതായി അത് അന്യമതസ്ഥരുടെ കൾച്ചറാണ്. രണ്ടാമത്തത് അത് ശരീരത്തിനെ റാപ്പ് ചെയ്യുന്നതായ വസ്ത്രമാണ്. ഇത് രണ്ടും ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. സാരി ഹറാമാണ്, അന്യമതസ്ഥരുടെ വസ്ത്രമാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതിന് പറയാനുള്ളത്? വിശുദ്ധ ഖുർആനിലോ തിരു ഹദീസിലോ സ്വഹാബത്തിന്റെ വാക്കുകളിലോ താബിഈങ്ങളുടെ പ്രവർത്തനങ്ങളിലോ എവിടെയെങ്കിലും സാരി ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം ഇതാണ്. അത് അന്യമതസ്ഥരുടെ വസ്ത്രമായതുകൊണ്ട് അത് ധരിക്കരുത് എന്ന് കർമ്മശാസ്ത്രത്തിന്റെ കിതാബുകൾ, ആയിരക്കണക്കിന് കിതാബുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരു ഇമാം സാരി പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇസ്ലാമിക പ്രമാണങ്ങളോ ഇസ്ലാമോ അറിയാത്ത ഒരു പുത്തൻ മതവിധിയാണ് ഈ വഹാബിച്ചിയായ ഈ സ്ത്രീ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സ്വന്തം പോക്കറ്റിൽ നിന്നാണ് കൊണ്ടുവന്നത്. മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പണ്ടേ പറയാറുണ്ട്. പക്ഷെ ഈ രൂപത്തിലായി പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഒരല്പം പോലും അറിയാതെ ഇസ്ലാമിനെ കുറിച്ച് കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ കളിപ്പാവാടകളോ കളിപ്പാട്ടങ്ങളോ അല്ല ഇസ്ലാം എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ഞാൻ വളരെ ഗൗരവത്തോടുകൂടെ പറയുകയാണ്. നാളെ അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീ പാവാട ധരിച്ചാൽ അതും പറയുമല്ലോ പാവാട ഹറാമാണ് എന്ന്. അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീകൾ എന്ത് ധരിച്ചാലും അത് ഹറാമാണ് എന്ന് പറയുന്ന ഒരു കപടമായ സദാചാരത്തിലേക്ക് ഇങ്ങനെയുള്ള വഹാബി സ്ത്രീകളെ കൊണ്ടുപോകുന്നതാരാണ്? തോന്നിയത് പറയുക. എന്താണ് അതിന്റെ പ്രമാണം എന്നില്ല. സ്വന്തം ഭർത്താവ് പറഞ്ഞത് ഏറ്റുപറയുക, ഹറാം 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 എന്ന്. ലിമ തുഹരിമ അഹ്ലല്ലാഹു ലക്, ഖുർആൻ ചോദിച്ച ഒരു ചോദ്യമാണ്. അള്ളാഹു നിനക്ക് അനുവദനീയമാക്കിയതിനെ എന്തിനു നീ ഹറാമാക്കുന്നു?